2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയെ തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അരങ്ങേറിയത് സമാനതകളില്ലാത്ത നാടകീയ രംഗങ്ങൾ. പാർട്ടിക്കുള്ളിലെ നിശബ്ദതയുടെ മതിൽ തകർത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും നേരെ മുതിർന്ന നേതാക്കൾ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. CPMന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലാണ് ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അരങ്ങേറിയത്. സാധാരണഗതിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടകൾക്കനുസരിച്ച് കൃത്യസമയത്ത് അവസാനിക്കാറുള്ള ഇത്തരം ഉന്നതതല യോഗങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇത്തവണത്തെ ചർച്ചകൾ 13 മണിക്കൂർ നീണ്ട ഒരു മാരത്തൺ സംവാദമായി മാറി. വൈകുന്നേരം 4 മണിക്ക് സമാപിക്കേണ്ടിയിരുന്ന യോഗം പരാജയ കാരണങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യണമെന്ന നേതാക്കളുടെ കടുത്ത നിലപാടിനെ തുടർന്ന് രാത്രി 11 മണിവരെ നീളുകയായിരുന്നു. തിരക്കിട്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല ഈ തിരഞ്ഞെടുപ്പ് തോൽവി എന്ന കർക്കശമായ നിലപാട് മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം സ്വീകരിച്ചതോടെ നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നു. തങ്ങളുടെ ഉള്ളിലുള്ള വിയോജിപ്പുകളും താഴെത്തട്ടിലെ അണികളുടെ വികാരവും സമയപരിധിയില്ലാതെ തുറന്നു പറയാൻ അവസരം വേണമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ശക്തമായി ആവശ്യപ്പെട്ടു. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യപരമായ ചർച്ചകൾ തടസ്സമുണ്ടാകുന്നു എന്ന ആക്ഷേപം ശക്തമായ പശ്ചാത്തലത്തിൽ ഓരോ അംഗത്തിനും തങ്ങളുടെ നിലപാടുകൾ വിശദമായി അവതരിപ്പിക്കാൻ ഇതോടെ അവസരം ലഭിച്ചു. നിശബ്ദത പാലിച്ചിരുന്ന പല നേതാക്കളും നേതൃത്വത്തിന്റെ ശൈലിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചതും ഈ 13 മണിക്കൂർ നീണ്ട ചർച്ചയെ ചരിത്രപരമായ ഒന്നാക്കി മാറ്റി. CPM നേതൃത്വത്തിനുള്ളിൽ കാലങ്ങളായി അടിഞ്ഞുകൂടിയ അസംതൃപ്തിയും അസഹിഷ്ണുതയ്ക്കുമെതിരെയുള്ള ശക്തമായ വികാരവുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അണപൊട്ടിയൊഴുകിയത്. പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലും അണികൾക്കിടയിലും ഉണ്ടായ വലിയ സ്വാധീനക്കുറവ് കാരണം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അസഹിഷ്ണുത നിറഞ്ഞ സമീപനമാണെന്ന് നേതാക്കൾ ഒന്നടങ്കം കുറ്റപ്പെടുത്തി. സംഘടനാ സംവിധാനത്തിനുള്ളിൽ ജനാധിപത്യപരമായ തുറന്ന ചർച്ചകൾ ഇല്ലാതാക്കുകയും മുകളിൽ നിന്നുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന രീതി പാർട്ടിയെ തളർത്തിയതായി വിമർശനമുയർന്നു. പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും മനസ്സ് പോലും LDFന് അനുകൂലമല്ലാത്ത വിധം അകന്നുപോയ സാഹചര്യം എന്തുകൊണ്ട് നേതൃത്വം തിരിച്ചറിഞ്ഞില്ല എന്ന ചോദ്യം യോഗത്തിൽ പ്രതിധ്വനിച്ചു. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, പറയേണ്ടത് കൃത്യമായി പറയണം, വിമർശനങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കാൻ തയ്യാറാകണം, തെറ്റുകൾ ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുക തന്നെ വേണം എന്നതായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം നേതാക്കളുടെയും ഉറച്ച നിലപാട്. ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ടെന്നും അത്തരമൊരു അന്തരീക്ഷം നിലനിൽക്കുന്നിടത്തോളം കാലം യഥാർത്ഥമായ തിരുത്തൽ നടപടികൾ സാധ്യമല്ലെന്നും നേതാക്കൾ തുറന്നടിച്ചു. ഭരണ തുടർച്ചയുടെ ലഹരിയിൽ താഴെത്തട്ടിലുള്ളവരുടെ ശബ്ദം കേൾക്കാതെ പോയതും വിമർശിക്കുന്നവരെ ശത്രുപക്ഷത്ത് നിർത്തിയതുമാണ് ഇത്തരമൊരു കനത്ത പരാജയത്തിലേക്ക് പാർട്ടിയെ നയിച്ചതെന്ന ഗൗരവകരമായ വിലയിരുത്തലിലാണ് സെക്രട്ടേറിയറ്റ് യോഗം എത്തിച്ചേർന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുൻപില്ലാത്ത വിധം പ്രതിക്കൂട്ടിലാകുന്ന കാഴ്ചയാണ് അരങ്ങേറിയത്. പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിക്കെതിരെ മുതിർന്ന നേതാക്കൾ ഉന്നയിച്ച വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളിൽ വന്ന മാറ്റത്തിന്റെ സൂചനയായിരുന്നു. മുൻകാലങ്ങളിൽ ഇത്തരം വിമർശനങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ചിരുന്ന പിണറായി വിജയൻ ഇത്തവണ അസാധാരണമായ മൗനം പാലിച്ചുകൊണ്ട് രാത്രി 9 മണിവരെ യോഗ നടപടികൾ കേട്ടിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. സർക്കാരിന്റെ വീഴ്ചകളെ കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് വ്യക്തിപരമായ ചില വിശദീകരണങ്ങൾ നൽകിയതൊഴിച്ചാൽ പാർട്ടിക്കുള്ളിലെ പൊതുവികാരത്തെ പ്രതിരോധിക്കാൻ അദ്ദേഹം മുതിർന്നില്ല. സമാനമായ രീതിയിൽ തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പ്രവർത്തന ശൈലിയും കടുത്ത ചോദ്യം ചെയ്യലുകൾക്കും വിധേയമായി. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതാണ് ഉചിതമെന്ന പരാമർശം പോലും യോഗത്തിൽ ഉയർന്നു വന്നു എന്നത് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചത് പാളിച്ചകൾ നിറഞ്ഞ സ്ഥാനാർത്ഥി നിർണയമാണെന്ന വിലയിരുത്തലും ചർച്ചകളിൽ പ്രമുഖമായി നിന്നു. ജനപ്രീതിയുള്ള സിറ്റിംഗ് MLA-മാരെ മാറ്റിയതും പ്രമുഖ നേതാക്കളെ അപ്രസക്തമായ മണ്ഡലങ്ങളിലേക്ക് മാറ്റിയതും വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. പ്രത്യേകിച്ച് മുൻ മന്ത്രി KK ശൈലജ തന്റെ മണ്ഡലം മാറ്റിയതിലുള്ള അതൃപ്തി യോഗത്തിൽ തുറന്നു പറഞ്ഞത് നേതൃത്വത്തിന്റെ തീരുമാനങ്ങളിലെ പിഴവുകൾക്ക് അടിവരയിട്ടു. കൂടാതെ ഭരണതലത്തിൽ ഗവർണറുമായി സർക്കാർ പുലർത്തിയ നിഗൂഢമായ ധാരണകൾ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളെ ദുർബലപ്പെടുത്തിയെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. സർവകലാശാല വിഷയങ്ങളിലും മറ്റും ഗവർണറുമായി ഒത്തുതീർപ്പിലെത്തിയത് അണികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നും ഇത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ പ്രതിപക്ഷത്തിന് ആയുധമായെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. സർക്കാരിന്റെയും പാർട്ടിയുടെയും ഈ നയപരമായ പാളിച്ചകൾ തിരുത്താതെ മുന്നോട്ടു പോകാനാവില്ലെന്ന കർശനമായ നിലപാടിലാണ് യോഗം അവസാനിച്ചത്.
CPMന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഈ ചർച്ചകൾ പാർട്ടിയെ എത്തിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സംഘടനയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണികളും നയപരമായ മാറ്റങ്ങളും ഉണ്ടാകുമെന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് സെക്രട്ടേറിയറ്റ് യോഗം നൽകുന്നത്. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് താഴെത്തട്ടിലുള്ള അണികളുടെ വിശ്വാസം ആർജിച്ചെടുക്കാനും ജനങ്ങൾക്കിടയിൽ ശക്തമായി നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കാനും വിട്ടുവീഴ്ചയില്ലാത്ത തിരുത്തൽ നടപടികൾക്കും നേതൃത്വം നിർബന്ധിതരായിരിക്കുകയാണ്. പാർട്ടി നേതൃത്വം ജനങ്ങളിൽ നിന്നും സാധാരണക്കാരായ അണികളിൽ നിന്നും വലിയ തോതിൽ അകന്നുപോയിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അധികാരത്തിന്റെ ഇടനാഴികളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പഴയ ശൈലിയിലേക്ക് മടങ്ങിപ്പോകേണ്ടത് അനിവാര്യമാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഈ അകലം കുറയ്ക്കാനും പാർട്ടിയുടെ ജനകീയ മുഖം വീണ്ടെടുക്കാനും സാധിച്ചില്ലെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമായിരിക്കുമെന്ന ഗൗരവകരമായ മുന്നറിയിപ്പോടെയാണ് യോഗം പിരിഞ്ഞത്.